എക്സസൈസ് ക്വസ്റ്റ്യനിലെ 1.1 നാലാമത്തെ ക്വസ്റ്റ്യൻ വരെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്ന് നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫാക്ടറൈസ് ചെയ്യാനാണ്, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, 5005 എന്ന നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 4 ക്വസ്റ്റ്യൻ വരെ കാണാത്ത ആളുകൾ ഉണ്ടത് എങ്കിൽ അത് നമ്മൾ യൂട്യൂബ് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഈ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാറ്. 5005 ആണ് അല്ലെ. നമുക്ക് ആദ്യത്തെ നമ്മുടെ പ്രൈം നമ്പർ നമുക്കറിയാം 2 ആണ്. 2 ഇതിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊരു ഓഡ് നമ്പർ ആണ്. പിന്നെ അടുത്ത നമ്മുടെ പ്രൈം നമ്പർ 3 ആണ്. 3 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മൾ ഡിജിറ്റ് ആഡ് ചെയ്ത് നോക്കാം. ഇതിന്റെ ഈ ഡിജിറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10 ആണ് കിട്ടുക. അത് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. അതുകൊണ്ട് ഈ 3 എന്ന നമ്പറും ഇതിൽ എന്ത് ചെയ്യൂല, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് പ്രൈം നമ്പറിലേക്ക് പോവാണ്. അടുത്ത പ്രൈം നമ്പർ 5 ആണ്. ഓക്കെ, 5 നമുക്കറിയാം. 5 ഒരു നമ്പറിന്റെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാൻ അറിയാം. അത് 5ഓ 0 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്, അല്ലെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അതെങ്ങനെയാ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ അത് ലാസ്റ്റ് ഡിജിറ്റ് 5ഓ 0 ആയിരിക്കും. അപ്പൊ ഇത് 5ന്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഫസ്റ്റ് പോകുന്ന പ്രൈം നമ്പർ 5 ആണ്. ഓക്കെ, then again ഞാൻ എന്ത് ചെയ്തു, 5 പോകുന്ന 1 5s ആണ് 5s, 2 0 അതുപോലെ ചെയ്തു. then 5ൽ 1 ആണ്. അപ്പോൾ ഇത്രയും 5s ആണ് ഇതിൽ ഉള്ളത്. ഓക്കെ, again ഞാൻ അടുത്തത് പോകുന്ന പ്രൈം നമ്പർ ഏതാണെന്ന് ഞാൻ നോക്കാണ്. ഇതിൽ നമുക്കറിയാം 5 പോവില്ല. പിന്നെ ഇതിൽ പോകുന്ന അടുത്ത പ്രൈം നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, 7 ആണ് ഇതിൽ പോകുന്ന അടുത്ത പ്രൈം നമ്പർ. ഓക്കെ, 7ല് എത്ര നോക്കുന്ന സമയത്ത് 10ല് 1 7 ആണ്. ബാക്കി 3 ആണ് വരിക. 30ല് 4 ആണ് അല്ലെ. 4 7 28 ആണ്. ബാക്കി 2 വരും. 21ല് 3 3 × 7 21 ആണ്. അപ്പൊ 3 7s ആണ്. അപ്പൊ 143 ആണ് എന്ത് ചെയ്യുന്നത്, അത്രയും 7s ആണ് എന്ത് ചെയ്യുന്നത് പ്രൈം. ഓക്കെ, ഇനി ഇതിൽ പോകുന്ന പ്രൈം നമ്പർ 143ൽ പോകുന്ന പ്രൈം നമ്പർ ഇനി 7 പോകില്ല. പിന്നെ നമുക്കുള്ള നെക്സ്റ്റ് പ്രൈം നമ്പർ 11. ഒരു നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? അൾട്ടർനേറ്റ് ഡിജിറ്റ് ആഡ് ചെയ്ത് നോക്കുക അല്ലെ. 1ഉം 3ഉം എത്രയാണ്? 4 ആണ്. ഈ 4 - 4 നമുക്ക് ആഡ് ചെയ്തിട്ട് 0 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിളോ കിട്ടുകയാണെങ്കിൽ അത് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 0 കിട്ടുന്നതുകൊണ്ട് ഇതിനെ നമുക്ക് 11 കൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ചെയ്യുന്ന സമയത്ത് 1ൽ പോകില്ല. 14 എടുക്കുക. 14ല് 1 11s ആണ് 11. then again 3 റിമൈൻഡർ വരും. 3ഉം 3ഉം 33 ആവും. 33ല് 3 11s ആണ് 33 ആണ്. ഓക്കെ, അഗൈൻ ഇത് നോക്കുന്ന സമയത്ത് 13 എന്ന് പറയുന്നത് ഒരു ഓൾറെഡി ഒരു പ്രൈം നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ അത് 13 കൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് 5 × 7 × 11 × 15. എക്സസൈസ് 1.1 അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, 5ാമത്തെ ക്വസ്റ്റ്യൻ. പ്രൈം ഫാക്ടറൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. 7429 എന്ന നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ പ്രൈം നമ്പർ ആയിട്ടുള്ള 3 നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നീടുള്ള 5 നമുക്ക് ചെയ്യാൻ പറ്റില്ല. 7 നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് 11 ചെയ്യാൻ പറ്റില്ല, 13 ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്പർ 17 ആണ്. ഓക്കെ, 742 ചെയ്യുന്നതിൽ ആദ്യമായിട്ട് നമുക്ക് പോകുന്ന, അതായത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റത്തെ നമ്പർ 17 ആണ് പ്രൈം നമ്പർ. ഓക്കെ, 17 നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 437 17 ആണ് ഇതിലുള്ളത്. 7429 ഉള്ളത്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ നമ്പേഴ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൈം ഫാക്ടറൈസ് ആയിട്ട് പോകുന്നില്ല അടുത്ത നമ്പറിൽ. പിന്നെ നമുക്കുള്ളത് 19 ആണ്. ഓക്കെ, 19 ആണ്. 19 നമുക്ക് വരുന്നത് 23 19s ആണ് ഈ 437ൽ വരുന്നത്. ഓക്കെ, പിന്നെ അഗൈൻ 23 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. അതുകൊണ്ട് 23 മാത്രമേ പോകുള്ളൂ. അതുകൊണ്ട് 1 ആണ്. അപ്പൊ ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 17